യേശുവിനെ വിശ്വസിക്കുക മാത്രം ചെയ്താൽ പുതുജീവിതം നിങ്ങൾക്ക് വിടാൻ യേശു തയ്യാറാണ്. നിങ്ങളിപ്പോൾ എങ്ങനെയായിരിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമല്ല, നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതും പ്രശ്നമല്ല, എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്നും പ്രശ്നമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങളുടെ വാതിൽക്കൽ ഇപ്പോൾ യേശു നിൽക്കുന്നു. യേശുവിനെ നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നിശ്ചയമായും യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വരും. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഒരുപക്ഷെ നിങ്ങൾക്ക് മക്കളുടെ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം, നിങ്ങൾക്ക് കടബാധകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഭാരങ്ങൾ വിഷമങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടിയുള്ള കാര്യമായിരിക്കും, ചില നിരാശകളാകാം, നിരുത്സാഹമായിരിക്കാം, ഏകാന്തതയാകാം, നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലേ ഇല്ല എന്നുള്ളതാകാം. യേശു സമാധാനപ്രിയനാണ്. നിങ്ങളുടെ ഹൃദയവാതിൽക്കൽ യേശു നിൽക്കുന്നു. നിങ്ങൾ ക്ഷണിക്കുകയാണെങ്കിൽ യേശു വരുവാൻ തയ്യാറാണ്. ഇപ്പോൾ യേശു വരുവാൻ തയ്യാറാണ്. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ യേശു നിങ്ങൾക്കൊരു പുതിയ ജീവിതം തരും, ഒരു പുത്തൻ ജീവിതം നിങ്ങൾക്ക് തരും, നിങ്ങൾക്ക് സമാധാനം നൽകും, നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകും, നിങ്ങൾക്ക് എന്ത് വേണമോ അത് യേശു നൽകും. യേശുവാണ് ഏക വഴിയും സത്യവും ജീവനും. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ Jesus will make a new thing for you. നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു കാര്യം യേശു ചെയ്യും. We are here what Jesus done in our life and doing. ഞങ്ങളുടെ ജീവിതത്തിൽ യേശു പുതിയ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടും ഞങ്ങളിലായിരിക്കുന്നത്. He will take away all your burdens. നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും വിഷമങ്ങളും യേശു എടുത്തു മാറ്റും. He will take away all your worries. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും യേശു നീക്കം ചെയ്യും. He will take away all your sickness. നിങ്ങളുടെ എല്ലാ അസുഖങ്ങളും യേശു എടുത്തു മാറ്റും. If you have any sickness, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, if you have any problem, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ you pray to Jesus. യേശുവിനോട് നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുക. And He will heal you. നിശ്ചയമായി യേശു നിങ്ങൾക്ക് സൗഖ്യം നൽകും. He will heal you. യേശു നിശ്ചയമായി നിങ്ങൾക്ക് സൗഖ്യം തരും. But today is the day. Today is the day. ഇന്നാണ് ആ ദിവസം. Today is the day. ഇന്നാണ് ആ ദിവസം. The good news is that സത്വാർത്ത എന്തെന്നാൽ Jesus loves you. യേശു നിങ്ങളെ He സ്നേഹിക്കുന്നു. died for you. യേശു നിങ്ങൾക്ക് വേണ്ടി He മരിച്ചു. is ready to take all your problems നിങ്ങളുടെ എല്ലാവരുടെ പ്രശ്നങ്ങളും ഏറ്റെടുക്കുവാൻ യേശു തയ്യാറായി നിൽക്കുന്നു. and change your life. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം നൽകുവാൻ യേശു We ആഗ്രഹിക്കുന്നു. want to pray for you. If you have any problem, you can come to us. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ പ്രാർത്ഥന ആവശ്യമുണ്ട്, എന്നെ പ്രാർത്ഥിച്ചൊന്ന് സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് നിന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കുന്നതായിരിക്കും. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.